ദേ ഹിയർ ഈസ് യുവർ കൊച്ചുമകൾ. കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കല്ലേ കൊച്ചുമകള് കൊച്ചുമകളെന്ന്. ദേ ഇവിടെ നിൽക്കുന്നത് കണ്ടോ? എപ്പോ വന്നു മോളെ? സുഖാണോ? ഞാൻ വന്നിട്ട് കൊറേ നേരായി മുത്തശ്ശ. നിങ്ങക്ക് സുഖാണോ? അങ്ങനെ പോകുന്നു മോളെ. നീയേ വീട്ടിലില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇവിടെ ഭയങ്കര മുഷിപ്പായിരുന്നു. ഇപ്പൊ നീ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ലേ, ഇനി വീടൊക്കെ ഉഷാറായിക്കോളും. വാ ഇരിക്ക. സ്കൂൾ ഒഴിവാണോ? അല്ല, സ്കൂൾ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? മുത്തശ്ശ, അവിടെ ആരും എന്റെ ഫ്രണ്ട് ആയതേ ഇല്ല മുത്തശ്ശ. ആരും എന്നോട് മിണ്ടാറും ഇല്ല മുത്തശ്ശ. മുത്തശ്ശ, അവിടെ എപ്പോഴും ബോറടിക്കും. എനിക്ക് എപ്പോഴും അച്ഛനും അമ്മയും ഓർമ്മ വരും. കോൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോ ഒരു കോളും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കോൾ ഡേ ഒക്കെ ഉണ്ട്. അന്നാണെങ്കിൽ 5 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഭക്ഷണവും രസമില്ല മുത്തശ്ശ. അവിടെ നിൽക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാ മുത്തശ്ശ. ഞാൻ ബോർഡിംഗ് സ്കൂൾ എന്ന് വെച്ചാ വേറെ എന്തൊക്കെയൊക്കെയാ വിചാരിച്ചേ. പക്ഷെ അവിടെ ശരിക്കും ബുദ്ധിമുട്ടാ മുത്തശ്ശ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷെ ബോർഡിംഗ് സ്കൂളിലേക്ക് പോവാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. അയ്യോ മോളെ, അവിടെ മോൾ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലേ? നോക്ക്, നിനക്ക് ഒരനുജനെ നിന്റെ അച്ഛനും അമ്മയും തന്നാ മതി. അതാ വലിയ സന്തോഷം. അതിൽ കൂടുതൽ ഒരാഗ്രഹമില്ല എനിക്ക്. അനിയനോ? എനിക്കൊരു ബ്രദർ വരുന്നുണ്ടെന്നോ? വാവ്, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല മുത്തശ്ശ. ഞാൻ അവന്റെ കൂടെ സന്തോഷായി ഇവിടെ കളിച്ചിരുന്നോളാം. അച്ഛാ, എപ്പോഴാ എന്റെ അനിയൻ വരുന്നേ? പറ അച്ഛാ. അങ്ങനെ മുത്തശ്ശ, വയ്യെങ്കി അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്ക. ഇതെന്താ കുട്ടിക്കളിയാ? അച്ഛാ, കുട്ടികളുടെ കൂടെ ആവുമ്പോ കുട്ടിക്കളിയല്ലേ എല്ലാരും കളിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഞാൻ എന്റെ സീതമ്മയോട് തന്നെ ചോദിച്ചോളാം. സീതമ്മ, അവിടെ നിക്കേ. കണ്ടോ അവൾ എന്നെ പോലെ തന്നെ പെരുമാറുന്നത് കണ്ടോ? അവളൊരു സന്തോഷം കണ്ടില്ലേ? അവള് മുത്തശ്ശനെ പോലെയല്ല, മുത്തശ്ശൻ അവളെ പോലെ പെരുമാറുന്നേ. ആയിക്കോട്ടെ, ഇപ്പൊ അവക്കൊരു അനിയന് വേണം. മുത്തശ്ശൻ ആദ്യം ഭേദമാകട്ടെ, എന്നിട്ട് പോരെ ഈ സംസാരമൊക്കെ. നീ ഒരു ശുഭവാർത്ത വന്ന് പറയുന്നത് വരെ ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തു വരില്ല. മുത്തശ്ശ, ഭാർഗു, സോ ഇനി കിട്ടിയ ആ ലെറ്റർ ആരാർക്ക് എഴുതി എന്നുള്ളത് നമ്മൾ ഇനി കണ്ടെത്തണം. യെസ്, സിഹിയുടെ അച്ഛൻ ആരാണെന്നറിയാതെ ഈ ഭാർഗവി അടങ്ങില്ല. പക്ഷേ ഇനി ഒരു കാര്യമുണ്ട് ഭാർഗു. അപ്പോഴേക്കും സീതയും രാമനും കൂടെ ഹണിമൂണൊക്കെ കഴിഞ്ഞ് അച്ഛനൊരു സന്തോഷ വാർത്ത കൊടുക്കില്ലെന്ന് ആരറിഞ്ഞു? എനിക്ക് സീതയുടെ തീരുമാനത്തിലെ വിശ്വാസമുണ്ട്. ഓഹോ, വിശ്വാസം. ആയിക്കോട്ടെ, വിശ്വസിച്ചോണ്ടിരുന്നോ. ആയിക്കോട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട് ഭാർഗവ്, എന്നെയും നിന്നെ പോലുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് വരെ കുഞ്ഞുണ്ടായില്ലേ? അവരെങ്ങനെയാ? ലവ് ബേർഡ്സ്, പ്രണയിച്ച് പരസ്പരം കല്യാണം കഴിച്ചവരാ. ഇനിയിപ്പോ സിഹിക്ക് ഒരനിയനോ അനീത്തിയോ വേണമെന്ന് അവർക്കൊരു തോന്നലുണ്ടായെന്ന് വിചാരിച്ചോ? നമ്മുടെ രാമനില്ലേ, ജെന്റിൽമാനാ. സീതയ്ക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞവനങ്ങനെ മനസ്സ് മാറിയാലോ? മനുഷ്യന്റെ മനസ്സ് കുരങ്ങനെ പോലെയാ, എപ്പോ എങ്ങോട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഇനി സീതയുടെ മനസ്സെങ്ങാനും ഒന്ന് മാറിപ്പോയാ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇമാജിനേഷൻ തന്നെ എത്ര ഭയങ്കരമാണല്ലേ. അപ്പൊ അത് റിയാലിറ്റി ആയാലോ? കഴിഞ്ഞു, അതോടെ നിന്റെ കഥ കഴിഞ്ഞു. Ladies and gentlemen, will you please stand? Okay. അല്ല ഷാലു, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കല്യാണം കഴിച്ച്? എനിക്കതൊരു വലിയ അത്ഭുതം. അതെന്താ? നിന്റെ ഭർത്താവ് മേഘശ്യാം സാറ് ഏതെങ്കിലും പഴയ ശാസ്ത്രീയ സംഗീതവും കേട്ട് അതിലങ്ങ് മുഴുകി നിൽക്കും. നീയാണെങ്കി പോപ്പ് സോങ്സും കേട്ടോണ്ടിരിക്കുന്നത്. ഇയാള് മധുരത്തിന് ഒട്ടും കുറവില്ലാത്ത പാൽപ്പായസം ആണെങ്കി നിങ്ങൾ കാലറീസ് കുറവുള്ള വീറ്റ് ബ്രെഡാ.
കല്യാണം കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെയാണോ? ഒന്ന് തെക്കോട്ടാണെങ്കിൽ അടുത്തത് വടക്കോട്ടാ. മാരീഡ് പീപ്പിൾ ആർ സോ ക്രേസി. ഒന്ന് കല്യാണം കഴിച്ച് അറിയാൻ പറ്റും ഈ ക്രേസി ഫീലിംഗ് എന്താന്ന്. എക്സാക്ട്ലി ഷാലു. നോക്കൂ, നമ്മുടെ ലൈഫിലെ ക്രേസിനെസ്സിനെ ആരുടെ കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ നമ്മൾ നോക്കൂ, എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ്. പക്ഷെ നിന്റെ ചേച്ചി എന്നെ അടുക്കള കേട്ടില്ല. അവൾ ഓരോ ഭക്ഷണവും കാലറീസ് കാൽക്കുലേറ്റ് ചെയ്താ ഉണ്ടാക്കാറ്. പക്ഷെ അവൾക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. മറ്റുള്ളവരുണ്ടാക്കിയാൽ എണ്ണോ ഉപ്പോ എന്തെങ്കിലും അധികമായാലോ, അതുകൊണ്ട് അവൾക്കുള്ളത് അവൾ തന്നെ ഉണ്ടാക്കും. ഇൻ മാരേജ് ഐ തിങ്ക് യു വിൽ ഹാവ് ടു ലെറ്റ് ദ പാർട്ട്ണർ ബി ദംസെൽഫ്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബോണ്ട് ബിറ്റ്വീൻ ലവ് ആൻഡ് ട്രസ്റ്റ്. ആ വിശ്വാസവും സ്നേഹവും നിലനിർത്താൻ ഞാൻ എന്തുകൊള്ളും ചെയ്യും. ജിജു. ഓ സോറി, എന്റെ ഫിലോസഫി കൂടി പോയല്ലേ. അല്ല, നിങ്ങൾ ഡോക്ടർ ആവുന്നതിന് പകരം കവി ആവണമായിരുന്നു. അപ്പൊ പ്രിസ്ക്രിപ്ഷന്റെ സ്ഥാനത്ത് കവിതകൾ എഴുതിക്കൊണ്ടിരിക്കായിരുന്നു. എക്സാക്ട്ലി. ചാന്ദിനി പ്ലീസ് അങ്ങനത്തെ ഐഡിയ ഒന്നും കൊടുക്കല്ലേ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഇവന് ഇപ്പൊ ഒരു ക്ലിനിക്ക് സെറ്റാക്കി കൊടുത്തത്. ചിലപ്പോ നാളെ തന്നെ വന്ന് ഒരു കവിതാമുറി സെറ്റാക്കി കൊടുക്കാൻ പറയും. കവിത എഴുതി നോക്കാം. കവിത എഴുത്ത് അവിടെ നിക്കട്ടെ. ഞാനൊരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി തരാൻ പറഞ്ഞു. അത് എഴുതി തരാൻ എന്തൊരു ജാടയാണെന്നോ. ഐ ഹേറ്റ് യു ജിജു. എന്താ റെക്കമെൻഡേഷൻ ലെറ്ററോ? അതൊന്ന് എഴുതി കൊടുത്തൂടെ ശ്യാം. നീ എന്താ എഴുതാഞ്ഞത്? അല്ല ജിജു, കല്യാണം എന്ന് പറഞ്ഞ ഇതൊക്കെ അതിലുള്ളതാണെന്ന് ഇത്ര നേരം ലെക്ചർ എടുത്തല്ലോ. ഇപ്പൊ നിങ്ങളുടെ ധർമ്മപത്നിയെ പറയുന്നേ. പ്ലീസ് ജിജു, ഞാൻ ചോദിക്കുന്ന ഇൻഫർമേഷൻ തരണമെന്ന് റിക്വസ്റ്റ് എഴുതുന്ന പോലെ ഒരു കുഞ്ഞു ലെറ്റർ തന്നാ മതി. പറ്റുമോ? ശ്യാം എന്തോ ടീ? ഇവൾ റെക്കമെൻഡേഷൻ ചോദിക്കുന്നത് ഡോക്ടർ അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്യാനാ. നീ തന്നെ പറ, നിനക്കാവട്ടെ എനിക്കാവട്ടെ അവരോട് ഹെൽപ്പ് ചോദിക്കാൻ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ നമുക്ക്? അല്ല ശ്യാം, എന്തോ തെറ്റ് ചെയ്ത പോലെ സംസാരിക്കുന്ന എന്താ? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. റിലാക്സ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. വാട്ട് പാസ്റ്റ്? നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? അല്ല, ഡോക്ടർ അനന്തലക്ഷ്മിക്ക് നിങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് പറയേ. നിങ്ങളോട് ഈ ചോദിക്കുന്നേ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയേ. ഷാലു, നീയെങ്കിലും പറയേ. ഒന്നുമില്ല, ഞങ്ങൾ മാരീഡ് കപ്പിൾസ് ആയതുകൊണ്ട് ലൈഫിൽ ഒരു തവണ പോയി ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടി വന്നു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. നോക്ക്, നീ വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോളൂ. പക്ഷേ ഡോക്ടർ അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്യാൻ മാത്രം എനിക്ക് സഹായിക്കാൻ കഴിയില്ല. ഐ എം സോറി. രണ്ടാളും എന്താ മിണ്ടാതിരിക്കുന്നേ? കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും കുട്ടികളുണ്ടാവുന്നതല്ലേ? നീ നിന്റെ വയറ്റിലൊരു കുഞ്ഞാവ് വെക്ക് സീതമ്മ. കുഞ്ഞാവ് വയറ്റിൽ നിന്ന് എങ്ങനെയാ വരുന്നതെന്നാണോ ആലോചിക്കുന്നേ? പക്ഷെ എനിക്കും അറിയില്ല. പക്ഷെ ഡോക്ടറിനോട് പറഞ്ഞ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വയറ്റിൽ കുഞ്ഞാവ് വന്നോളൂ. അല്ല, കുഞ്ഞാവ് എങ്ങനെയാ വയറ്റിൽ വരുന്നേ? മോളെ നോക്ക്, അത് ദൈവം തരുന്നതാ. സീതമ്മയ്ക്ക് സിഹി മാത്രം മതിയെന്ന് ദൈവം എന്നെ ആശീർവദിച്ചതാ. യാ ഈ രാമനും അതെ നീയുണ്ടല്ലോ, അത് മാത്രം മതി എന്ന് പറഞ്ഞ് ദൈവം അനുഗ്രഹിച്ചു വിട്ടത് തന്നെ. ഇനിയിപ്പോ ഒരു അനിയനും കൂടെ വന്നു കഴിഞ്ഞാ എനിക്കെന്നെ സിഹിമോളിന്റെ കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വേണ്ട, എന്റെ സമയം മുഴുവൻ നിനക്കാ. എനിക്ക് സിഹി ബേബിയെ മാത്രം മതി. പക്ഷേ എനിക്ക് അനിയനെ വേണം. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അനിയൻ വന്നാൽ ഞാൻ അനിയനെ നോക്കിക്കോളാം. അവന് വിഷമം വന്നാൽ അവനെ ഞാൻ ഹഗ് ചെയ്തോളാം. അവൻ സ്മൈൽ ചെയ്യാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. എനിക്ക് എൻ്റെ അനിയൻ്റെ കൂടെ കളിക്കാൻ പറ്റും. എനിക്ക് അവന് കഥ പറഞ്ഞ് ഉറക്കാൻ പറ്റും. അവൻ
അവന് ഡൈപ്പർ മാറ്റേണ്ട ടൈമായ ഞാൻ അവന്റെ ഡൈപ്പർ ചേഞ്ച് ചെയ്തോളാം. എന്താ പറഞ്ഞേ? ഡൈപ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്തോളാം അച്ഛാ. എനിക്ക് എല്ലാം അറിയാം. ഞാൻ യൂട്യൂബിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. എന്റെ ഭഗവാനെ, ഈ യൂട്യൂബുകാര് ഡയപ്പർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരും? എവിടെ നിന്റെ ഫോൺ തന്നെ? ഞാൻ കാണിച്ചു തരാം. ഫോണ് കളിക്കാനുള്ള കാരണം കിട്ടിയല്ലേ നിനക്ക്? വന്നേ, വന്ന് കിടന്നേ. സീതമ്മ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അനിയൻ എപ്പോഴാ വരികയെന്ന് പറ. മോളെ, അതൊന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങളാ മോളെ. മോള് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, ചുമ്മാ ഓരോ ചോദ്യം ചോദിക്കാതെ. അല്ല സീതമ്മ, പ്രാണി. അയ്യോ സീതമ്മ, നീ എന്തൊക്കെയോ പറയാറുണ്ടല്ലോ. ആ, പ്രാണിമുഖമായി, പ്രാമാണികമായി. അത് തന്നെ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രാമൻ ആ പ്രാർത്ഥന കേൾക്കുമെന്നല്ലേ? ഇല്ല സീതമ്മ, ഞാൻ ദൈവത്തിന്റെ അടുത്ത് ഇപ്പൊ തന്നെ പോയി എന്റെ സീതമ്മയുടെ വയറ്റിൽ ഒരു അനിയനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. സിഹി, സിഹി, വന്ന് ഉറങ്ങാൻ നോക്ക് നീ. എന്താ റാമിത്? ഇതിന്റെ എല്ലാം കാരണം മുത്തശ്ശനാ സീത. മുത്തശ്ശനാണെങ്കിൽ സിഹിയുടെ മുമ്പ് വെച്ച് കൊച്ചുമകൻ അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ ഇവൾക്ക് ഈ ഐഡിയ കിട്ടിയത്. പക്ഷെ അവൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല റാം. നീയായിട്ട് വന്ന് നിനക്കിനി ഒരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല സീത. ഞാൻ ഷോക്കായത് എന്താന്നോ, ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തേയില്ല. സിഹിയോടും എന്റെ ഉത്തരം സെയിം ആയിരിക്കും സീത. ഭഗവാൻ ശ്രീരാമന്റെ വൺ ആൻഡ് ഓൺലി പത്നി സീതയാണെങ്കിൽ ഇവിടെ ഈ ശ്രീരാമന് സിഹി മാത്രമാണ് മകള്. സിഹിയെ കൂടാതെ മറ്റൊരാൾക്ക് സ്നേഹം പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമില്ല സീത. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അച്ചോടാ മോളെ, കഴിഞ്ഞു 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 കഴിഞ്ഞു. റബ് ചെയ്ത് കൊടുക്കണേ. ജിജു, ചാന്ദിനി, വെയിറ്റ് ദേർ. ചേച്ചി, വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പനിയൊക്കെ വരും. മേലിൽ ചൂടുണ്ടെങ്കിൽ ഒരു കാൽപോൾ സിറപ്പ് എഴുതിയിട്ടുണ്ട്, അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇതാ അടുത്ത വാക്സിനേഷൻ 6 മാസം കഴിഞ്ഞ്. ഓക്കെ, ശരി. കരയരുത്. ബൈ ബേബി. ഓക്കെ, ശരി. ഓക്കെ ഡോക്ടർ. ഹലോ. യാ, നോ നോ, ആക്ച്വലി ഞാനിപ്പോൾ സ്കൂളിലോട്ട് ഇറങ്ങുക. യു മീ കം ഇൻ ദ ഈവനിങ്. ഓൾ റൈറ്റ്. യാ യാ. ചാന്ദിനി, നീ എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നോ? ആ ജിജു, നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയതാണോ? യാ യാ, എന്റെ ഫേവറേറ്റ് പേഷ്യന്റിനെ മീറ്റ് ചെയ്യാൻ പോവായിരുന്നു. ഐ ഹാവ് ടു ഗോ. ഫേവറേറ്റ് പേഷ്യന്റോ? യാ, ഞാൻ ലേറ്റ് ആയാൽ അവളും ക്ലാസ്സിന് ലേറ്റ് ആവില്ലേ? ഓക്കെ, ബൈ. പക്ഷെ ജിജു, ഞാൻ നോ 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 നോ, സിഹി കാത്തിരിക്കും. ഐ ഹാവ് ടു ഗോ. ബൈ. സിഹിയോ? ജിജു, സിഹി സിഹി ജിജുവിന്റെ പേഷ്യന്റ് ആണോ? ദിസ് കാനോട്ട് ബി എ കോയിൻസിഡൻസ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആ ലെറ്ററിലാണെങ്കിൽ സീതയുടെ പേരുണ്ടായിരുന്നു. സീതയുടെ മകളാ സിഹി. സിഹിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിജു. അനന്തലക്ഷ്മിയുടെ പേര് പറഞ്ഞപ്പോ ചേച്ചിയും ജിജുവും വല്ലാത്തൊരു പെരുമാറ്റമായിരുന്നു. ഇതിലപ്പോ എന്തോ ഉണ്ട്. അതെന്താണെന്ന് ആദ്യം കണ്ടെത്തണം. സീതമ്മ, ഡോക്ടർ അങ്കിൾ ഓരോ ജോക്ക് പറഞ്ഞ് ഇഞ്ചക്ഷൻ അങ്ങ് എടുത്തു കളയും. നമുക്കത് അറിയേയില്ല. അവര് ബാൻഡേജ് ഇട്ട് തരുമ്പോഴാണ് നമ്മൾ അറിയുന്നുള്ളൂ അവര് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു. മോളെ, ഈ സിറിഞ്ചൊക്കെ കാണുമ്പോ എനിക്ക് എന്ത് പേടിയാണെന്നോ. നിങ്ങളെ പോലുള്ള കൊച്ചുകുട്ടികൾക്ക് അവരെങ്ങനെയാണോ വേദനിക്കാതെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ശരിക്കും എന്ത് ഗ്രേറ്റ് ആണല്ലേ. ഗ്രേറ്റും ആണ് സ്വീറ്റും ആണ്. സീതമ്മ, ഗ്രേറ്റും സ്വീറ്റും റൈമിംഗ് വേർഡല്ലേ? എനിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്വീറ്റ് ഒക്കെ അവർ തരില്ലേ, അതൊക്കെ ഞാൻ ഡോക്ടറുകൾക്ക് എടുത്തു കൊടുക്കും. അവർക്ക് സ്വീറ്റ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ആണോ? നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ സംസാരിച്ചോ? അവര് ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്ത് എന്നോട് എല്ലാം പറയും. പക്ഷെ അവരോട് എനിക്ക് ബായ് പറയാൻ പറ്റിയില്ല. ഇപ്പൊ അവര് ബോർഡിംഗ് സ്കൂളിലേക്ക് എന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിട്ടുണ്ടാവുമല്ലേ? നമുക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാലോ, അല്ലെങ്കിൽ വാർഡനോട് പറഞ്ഞാലോ? സീതമ്മ, പക്ഷെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ?
അച്ഛൻ പറഞ്ഞിരുന്നു എന്നെ ഇനി ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കുന്നില്ല എന്ന്. അച്ഛൻ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? അതെ മോളെ, നിന്നെ ഞാൻ ഇനി ഒരിക്കലും ബോർഡിംഗ് സ്കൂളിലേക്ക് പറഞ്ഞയക്കത്തേയില്ല. ഞങ്ങൾ രണ്ടാളും വലിയൊരു തെറ്റാ ചെയ്തത്. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളിൽ നിന്നെ ചേർക്കാട്ടോ. ഓക്കെ സീതമ്മ. നിന്റെ ഡോക്ടർ അങ്കിളിന് ഒരു താങ്ക് യു കാർഡ് എഴുതിയാലോ? വാവ്, നല്ല ഐഡിയ. ഓക്കെ. ഹലോ മാഡം. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ സിഹി? ഓ, നിങ്ങളിത് ഇൻഫോം ചെയ്യാൻ വിട്ടുപോയി ഡോക്ടർ. സിഹി അവളുടെ പേരൻസ് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഓ ആണോ? ഓക്കെ. എപ്പോഴാ വരുന്നേ? എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല, പക്ഷെ വന്നാൽ ഉടനെ ഇൻഫോം ചെയ്യാം. അല്ല, പെട്ടെന്ന് എന്താ വീട്ടിലോട്ട് കൊണ്ടുപോവാൻ? ഈസി ഓക്കെ. എനിക്കെന്താ ഇത്ര വിഷമം വരുന്നേ? ഐ ആം മിസ്സിംഗ് ഹർ. THAN. സീത, എന്റെ ടവല് കാണുന്നില്ല, എനിക്കൊന്ന് എടുത്തു തരുമോ? വരുന്നു. സീതമ്മ, അച്ഛനുള്ള ടവല് ഞാൻ എടുത്തു കൊടുത്തോളാം. ശരി, ഇവിടെയുണ്ട്. സീതമ്മ, എനിക്ക് ഇപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്നേ. ഞാൻ പോയിട്ട് ഇപ്പൊ വരാമേ. സീത, വേഗം ഒന്ന് എടുത്താ, ഓഫീസിൽ പോകാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വരുന്നു. സോറി, ആ ശ്വേത ടവല് വെക്കാൻ മറന്നുപോയതായിരിക്കും. പിടിക്ക്. നീ എന്താ ഈ പറയുന്നു? ഉറക്കെ പറ, എനിക്കൊന്നും കേൾക്കുന്നില്ല. ടവല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യ്. ഇതാന്നേ. കിട്ടുന്നില്ല. നീ പിടിച്ചേ. ഞാൻ ഒറ്റയ്ക്ക് തോർത്താനാ? ഞാൻ ഒറ്റയ്ക്ക് തോർത്തണോന്ന്. വേറെ ആര് വരാനാ? ഒന്ന് വേഗം വന്നേ. ഷാലു, ജിജു ഏത് സിഹിയെ മീറ്റ് ചെയ്യാൻ പോയത്? അവന്റെ ഏതോ പേഷ്യന്റാ. നോക്ക്, ഹീസ് ഹിയർ. അവനോട് തന്നെ ചോദിക്ക്. ഒരു പീഡിയാട്രീഷ്യൻ ആവുമ്പോ ദിവസവും ഒരുപാട് കുട്ടികളെ കാണേണ്ടി വരും. പക്ഷേ കാണുന്ന കുട്ടികളോടൊക്കെ ഇവന് എന്തോ ഒരു അറ്റാച്ച്മെന്റാ. ഞാനും പറയാറുണ്ട് അടുപ്പിക്കണ്ടെന്ന്, പക്ഷെ പറഞ്ഞാ കേക്കില്ല. ഇപ്പൊ എപ്പോഴൊരു സിഹിയുണ്ട്, എപ്പോഴും അവളെ കുറിച്ച് സംസാരം. ജിജു, നിങ്ങൾ രാവിലെ അർജന്റായിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പോയത് സീതയുടെ മകള് സിഹിയാണോ? സീത? ഹൂ ഈസ് സീത? സീതയെ അറിയില്ലേ? ഐ മീൻ റാമിന്റെ ഭാര്യ സീത. ടെക്നിക്കലി സിഹി റാമിന്റെ മകളാ ഇപ്പോ. എന്ത്? സിഹി റാമിന്റെ മോളാണോ? എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അവനെന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നേ? ഓ, ഐ ഗെറ്റ് ഇറ്റ് നൗ. നിങ്ങൾ തമ്മിലിപ്പോ പരസ്പരം ടച്ച് ഉണ്ടല്ലേ? എത്രയായാലും നിന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ മകനല്ലേ അവൻ. ഞങ്ങളാരും അറിയാത്ത വിധത്തില് രഹസ്യമായിട്ട് പോയിട്ട് മീറ്റ് ചെയ്യാറുണ്ടല്ലേ? എന്റെ അനിയത്തിയോട് അവൻ കാണിച്ച കാര്യങ്ങളൊന്നും നിനക്ക് ഓർമ്മയില്ലേ ശ്യാം? എന്റെ അനിയത്തെക്കാളും അവന്റെ ഫ്രണ്ട്ഷിപ്പാണ് നിനക്ക് വലുത്. കമോൺ ചാലു, ഞാൻ നിങ്ങളറിയാതെ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെ ഒന്നും സംസാരിക്കല്ലേ. ഒരിക്കൽ ഞാൻ സ്കൂളിൽ പോയപ്പോ പെട്ടെന്ന് ഞാൻ അവനെ കണ്ടു. ഞാൻ തിരക്കിലായതുകൊണ്ട് അവനോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. വന്ന് തല തോർത്താനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ ഇവിടെ വന്ന് കണ്ണാടി നോക്കി തമാശ കളിച്ചോണ്ടിരിക്കുക. ഓ, ഇത് കൊള്ളാം. ഓ, ഇതിപ്പോ പെട്ടെന്ന് എവിടെ പോയി? എന്തായി തെരഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതെന്താണെന്നോ, നിന്റെ ചിരി.
സീത, നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കണം. നിന്റെ ഈ ചിരി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നഷ്ടപ്പെട്ടാ ഒരു രസം ഉണ്ടാവില്ല. ഒന്ന് പോറാ. How can I stay away from my beautiful wife? With such a beautiful smile? റാം പ്ലീസ് ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ടോ? അടങ്ങി നിനക്കൊരു കാര്യം അറിയോ? പെൺകുട്ടികൾ അടങ്ങി നിൽക്കാൻ പറഞ്ഞാ അടങ്ങി നിൽക്കാൻ. ആ ആയിക്കോട്ടെ, അത് ഞാൻ സമ്മതിച്ചു. അല്ല, എന്നാലും സിഹി റാമിന്റെ മോളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അഥവാ അത് സത്യമാണെങ്കിൽ ദാറ്റ് ഈസ് വണ്ടർഫുൾ അല്ലേ? വെയിറ്റ് കൺഫ്യൂഷൻ എന്തിനാ? എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട്, കാണിച്ചു തരാം. അവളാണോ സിഹിന്ന് നോക്ക്. ഇവളാണോ? നിങ്ങളുടെ ഫേവറേറ്റ് പേഷ്യന്റ്? യെസ്, ദിസ് ഈസ് എ ചൈൽഡ്. ഇവളാണ് സിഹി. ശാലിനി, ഞാൻ സിഹി സിഹി എന്ന് പറയാറില്ലേ? ഇവളാ റാമിന്റെ മകളാ. എനിക്കിപ്പോ എന്ത് സന്തോഷമുണ്ടെന്നോ. ഞാൻ പെട്ടെന്ന് റാമിനെ വിളിക്കട്ടെ. പിടിക്കേ. താങ്ക് യു. ഗോഡ്, ഇനി അവനെ അടക്കം നിർത്താൻ പറ്റില്ല ചാന്ദിനി. ഇത്രയും ദിവസം സിഹി സിഹി എന്ന് പറഞ്ഞ സ്വൈര്യം തന്നിട്ടില്ല. ഇനിയിപ്പോ അവള് റാമിന്റെ മകളാന്ന് അറിഞ്ഞതുകൊണ്ട്